തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിൽ BJPയെ പുകഴ്ത്തി ശശി തരൂർ MP. അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധ BJP അനുകൂല നിലപാടുകൾ മുമ്പും സ്വീകരിച്ചിട്ടുണ്ട്. ഈ നീക്കമാണിപ്പോൾ കോൺഗ്രസിലെ ഒരു പുതിയ ചർച്ച. മുമ്പും BJP അനുഭവം പ്രകടിപ്പിക്കുന്ന തരൂരിൻ്റെ നീക്കം വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തരൂർ ഇപ്പോൾ നടത്തിയ നീക്കം അതെന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. തരൂരിൻ്റെ നീക്കം കോൺഗ്രസിൽ തുടർചലനങ്ങൾ, തരൂരിനെ ഇനി പൂർണ്ണമായും കോൺഗ്രസ് കൈവിടുമോ, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കോർപ്പറേഷൻ വിജയത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് MP എന്തിന് BJPയെ അനുമോദിച്ചു എന്ന ചോദ്യമാണ്. താൻ വിജയിക്കുന്നവർക്കൊപ്പമാണ്, അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പതിവ് പ്രസ്താവനകളുണ്ട്. പക്ഷേ ആ പ്രസ്താവനകൾ കോൺഗ്രസ്സുകാർക്ക് ദഹിക്കുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് തിരിച്ചുവരവിൻ്റെ സൂചനകൾ UDFും കോൺഗ്രസും പങ്കുവയ്ക്കുന്നതിനിടയിൽ നമുക്കിതിൻ്റെ രാഷ്ട്രീയം കൂടി വിശദമായി പരിശോധിക്കാം. നമുക്കിതിൻ്റെ രാഷ്ട്രീയം കൂടി വിശദമായി പരിശോധിക്കാം. ഡാൻ കുര്യൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, നമ്മൾ തിരുവനന്തപുരത്തെ തരൂരിൻ്റെ നീക്കം, തരൂരിൻ്റെ രാഷ്ട്രീയവും തരൂരിൻ്റെ വിവാദ നീക്കവും പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നലെ തരൂർ നടത്തിയ പ്രസ്താവനയിൽ സർക്കാരിനെതിരായ വിധിയെഴുത്താണ്. അതിൽ കോർപ്പറേഷൻ്റെ BJP വിജയത്തെ അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. സ്വന്തം പാർട്ടി നടത്തിയ നീക്കങ്ങളൊന്നും അദ്ദേഹം പരാമർശിക്കാതെ കോർപ്പറേഷനിലെ BJP വിജയത്തെ പരാമർശിച്ചു പോകുമ്പോൾ ഇതെന്ത് സന്ദേശമുണ്ടാക്കുമെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് തരൂരിൻ്റെ നീക്കം? എന്താണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? എങ്ങനെയാണ്? സജിത്ത്, തരൂർ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഗ്രസ് വിരോധമോ അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള ഒരു എതിർപ്പോ അല്ല പങ്കുവച്ചത്. ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണിത് എന്ന തരത്തിൽ കൃത്യമായി സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിന് ഇങ്ങനെ വലിയൊരു മികച്ച വിജയമുണ്ടാകുമ്പോൾ തിരുവനന്തപുരത്ത് താമര വിരിയുന്ന സാഹചര്യത്തെ അല്ലെങ്കിൽ NDA ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ ഒരു കണ്ണിലൂടെ വീക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു നിരീക്ഷണം മാത്രമാണ് ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന രീതിയിൽ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ മറ്റ് രാഷ്ട്രീയങ്ങളൊന്നും കാണേണ്ടതില്ല. കാരണം മുൻപത്തേതിനേക്കാളും ഒക്കെ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബവുമായി, സോണിയാഗാന്ധിയുമായി വളരെ അടുത്ത ഒരു ബന്ധം ഇപ്പോൾ ശശി തരൂർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയാൻ തുടങ്ങിയിട്ട്, അതായത് കേവലം കോൺഗ്രസിന്റെ ബാരിക്കേഡുകൾക്കുള്ളിൽ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് വിശാലമായ കണ്ണിലൂടെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുകയും അങ്ങനെ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൃത്യമായി എടുത്തു പറഞ്ഞാൽ മാത്രമേ ജനാധിപത്യത്തിൽ പൂർണ്ണത വരികയുള്ളൂ എന്ന ഒരു ശൈലിയിലാണ് അദ്ദേഹം തുടർച്ചയായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ പങ്കുവെക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിലൊരു രാഷ്ട്രീയം ഇപ്പോൾ കാണേണ്ടതില്ലെന്നാണ് തരൂരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ശശി തരൂർ ഇങ്ങനെ തുടർച്ചയായി നടത്തുന്ന പ്രസ്താവനകളിൽ വലിയൊരു വിഭാഗത്തിനും വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട്. കാരണം ഒരു കൃത്യമായി സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കം, അതായത് പുറത്താക്കാൻ ഒരു കാരണമുണ്ടാക്കുകയാണ് ശശി തരൂർ എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും അടക്കം പങ്കുവെക്കുന്നത്. അതേസമയം പാർട്ടി തലത്തിൽ ഏതെങ്കിലും ഒരു നടപടി എടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വത്തിൽ നിന്ന് ശശി തരൂരിനെ പുറത്താക്കുകയോ അതല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം നടത്തുകയൊക്കെ ചെയ്താൽ അത് തരൂരിന് മറ്റൊരു വീരപരിവേഷം നൽകും. അതായത് ദേശീയ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തി തരൂർ നടത്തിയ പ്രസ്താവനകളിൽ കോൺഗ്രസ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് അതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരും. അത് കോൺഗ്രസ് നേതൃത്വത്തിനുമുള്ള വിമർശനമായി BJP ദേശീയ തലത്തിൽ ഉന്നയിക്കുന്ന സാഹചര്യം വരും. അങ്ങനെ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലാണ് തരൂർ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം. ചെകുത്താന്റെയും കടലിന്റെ നടുക്കെന്ന് പറയേണ്ടി വരും. അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തരൂർ നടത്തുന്ന പ്രസ്താവനകളിൽ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അതിനെ അങ്ങ് അവഗണിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു തന്ത്രം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അതിലൊരു പ്രതികരണത്തിന് പോയാൽ അത് ഏറ്റുപിടിച്ച് BJP മറുചേരി കോൺഗ്രസിനെതിരെ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരും. അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധം BJPക്ക് ഇപ്പോൾ നൽകേണ്ട. അതുകൊണ്ട് തരൂർ നടത്തുന്ന പ്രസ്താവനകൾ തരൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അതിന് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടെന്ന ഒരു ലേബൽ വരാതിരിക്കാൻ മാത്രം ജാഗ്രത പുലർത്തിയാൽ മതി. അതിനപ്പുറത്തേക്ക് തരൂരുമായി ബന്ധപ്പെട്ട മറ്റൊരു നീക്കങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. അതിൽ ഒരാളും പ്രതികരിക്കേണ്ടതില്ല. കൃത്യമായി ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കർശനമായി മുതിർന്ന നേതാക്കൾക്ക് അടക്കം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തരൂർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ എല്ലാവരും ഒളിഞ്ഞു മാറുന്നത്. ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഡാൻ പറഞ്ഞതാണ് സാഹചര്യം. എന്തായാലും ശശി തരൂർ കോർപ്പറേഷനിലെ വിജയത്തിൽ BJPയെ പുകഴ്ത്തിയതിലൂടെ തരൂർ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയമെന്ന് ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് നീക്കി കാണുന്നതെന്നാണ് നമ്മൾ കണ്ടത്. എന്തായാലും തരൂരിൻ്റെ നീക്കങ്ങളിൽ ജാഗ്രതയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. തരൂർ പാർട്ടിക്ക് പുറത്തേക്ക് എന്ന് തന്നെയാണ് അവർ മുന്നിൽ കാണുന്നത്. പക്ഷേ അതിന് തൽക്കാലം നിന്നു കൊടുക്കേണ്ടതില്ല, പുറത്താക്കുന്നില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്.